പലപ്പോഴും ആ ജീവിതത്തിന്റെ മനോഹാരിതയും സൗന്ദര്യവും അതിന്റെ സുഗന്ധവും നമ്മൾ കേൾക്കാറുള്ളത്, അനുഭവിക്കാറുള്ളത് ഏതെങ്കിലും സ്വാമിമാരുടെയോ പാതിമാരുടെയോ ഭൗതികമായി ചിന്തിക്കുന്ന ഭൗതികന്മാരുടെയോ ഒരു മുറി ക്ലിപ്പിൽ നിന്നായിരിക്കാം ആ ജീവിതത്തിന്റെ സൗന്ദര്യം കേൾക്കാറുള്ളത്. നമ്മൾ ഇസ്ലാമിന്റെ ആളുകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലൂടെ വേണം സ്വന്തം നേതാവിന്റെ മഹിതമായ ജീവിതത്തെ പ്രകടിപ്പിക്കാനും പരസ്യപ്പെടുത്താനും പ്രചരിപ്പിക്കാനും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദി സ്നേഹം വാരിക്കൂട്ടാനും അതേ തുടർന്ന് ആ ജീവിതത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് വരും തലമുറകൾക്ക് കൈമാറാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഭൗതികമായി ചിന്തിക്കുന്ന ഏതൊരാളുടെ വാക്കെടുത്ത് നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ ജീവിതത്തിലേക്ക് നോക്കി എന്തെങ്കിലും ഒരു വാക്ക് അവരൊന്നും പറയാതെ പോയിട്ടില്ല. നാപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹത്തിന്റെ സൈന്യങ്ങളോട് പറഞ്ഞൊരു വാക്ക് കാണാം, I hope the time is not far when I shall be able to unite the wise and educated men of other countries and establish one uniform regime based on principle of Quran which alone can lead men to happiness. ചിന്നിച്ചിതറിക്കിടക്കുന്ന സമൂഹങ്ങളെ, വ്യക്തികളെ, വർഗങ്ങളെ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിയുമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ സംസ്കാരത്തിന് മാത്രമേ സാധിക്കൂ. ഒരു ഭൗതികന്റെ വാക്കാണത്. മൈക്കൽ എച്ച് ഹാർട്ട് എന്ന മനുഷ്യൻ The 100 എന്നൊരു പുസ്തകം എഴുതി. The 100 എന്ന പുസ്തകം എഴുതിയപ്പോൾ ലോകത്ത് വളരെ കൂടുതൽ സ്വാധീനം ചെലുത്തിയ 100 മഹാരഥന്മാരുടെ നാമങ്ങളും ചരിത്രങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ The 100 എന്ന ഗ്രന്ഥം എഴുതിയപ്പോൾ അതിന്റെ ഏറ്റവും ആദ്യത്തെ പേജുകളിൽ കൊണ്ടുവന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. പലരും ചോദ്യം ചെയ്തു, എന്തിനാണ് മുഹമ്മദിന്റെ നാമം ഈ ഗ്രന്ഥത്തിന്റെ ആരംഭ പേജുകളിൽ കൊണ്ടുവന്നത് എന്ന്. അവരോടെല്ലാം മൈക്കൽ എച്ച് ഹാർട്ട് എന്ന ഇസ്ലാമിന്റെ പുറത്തുള്ള സാഹിത്യ മേഖലകളിലേക്ക് ഒരുപാട് സംഭാവനകൾ കൈമാറിയ ഭൗതിക ചിന്താഗതിക്കാരനായ ശാസ്ത്രജ്ഞനായ മൈക്കൽ എച്ച് ഹാർട്ട് പറഞ്ഞത്, My choice was Muhammad to lead the list of the world most influential person in history. Surprise some readers and may be questioned by others, but is only man in history who was supremely successful on both religious and secular level. മതപരമായും ഭൗതികപരമായും അനുകരിക്കാവുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു പ്രവാചകൻ മാത്രമാണ്. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, ചോദ്യം ചെയ്യുന്നവർ ചോദ്യം ചെയ്യട്ടെ എന്നായിരുന്നു മൈക്കൽ എച്ച് ഹാർട്ട് എന്ന ഭൗതികന്റെ സംസാരം. സുകുമാർ കക്കാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ പ്രവാചകനെയാണ്. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിതാ പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്ര്യങ്ങളെ ഗമാംസത്തയിൽ ബന്ധിച്ച ധാർമ്മിക. വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ ഒരു പ്രവാചകനെയാണ് കാണുന്നത് എന്നർത്ഥം. വേദങ്ങളും പുരാണങ്ങളും കൈകാര്യം ചെയ്ത വേദജ്ഞന്മാരും ആ ജീവിതത്തിലേക്ക് നോക്കി ഒരു വാക്കെങ്കിലും ഉരുവിടാതെ പോയിട്ടില്ല. ഏതസ്മിൻ അന്തരേ മ്ലേച്ഛ ആചാര്യേണ സമന്വിത മഹാമധായിദിക്യാത ശിഷ്യശാഖ സമന്വിത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ വിശാലമായ പ്രഭരതമായ ജീവിത വിശാലതയിലേക്ക് നോക്കി ഒരു ചെറിയ വാക്കെങ്കിലും പറയാതെ പോയ ഒരാളെയും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആ ജീവിതത്തിലേക്ക് മടങ്ങാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മുഹമ്മദുൻ സീനത്തു ദുനിയാ വ ബഹജതുഹാ മുഹമ്മദുൻ കാശിഫുൽ ഗുമ്മാതി വല്ലുലമി മുഹമ്മദുൻ സയ്യിദുൻ ഖാബത് മനാഖിബുഹു മുഹമ്മദുൻ സാഗാഹു റഹ്മാനു മിൻ കറമി മുഹമ്മദുൻ ശറഫൽ ബാരി മറാതിബഹു മുഹമ്മദുൻ ഖസ്സാഹു റഹ്മാനു ബിൻ നിഅമ
عمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങളെല്ലാവരും നിങ്ങളോടും ചോദിക്കണം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ട കോലത്തിൽ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന്. ബനൂ ദീനാർ ഗോത്രക്കാരിയായ സഹോദരി, ഒരു ഉമ്മയാണ്, മകളാണ്, ഭാര്യയാണ്, സഹോദരിയാണ്, എല്ലാ നിലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബനൂ ദീനാർ ഗോത്രക്കാരിയായ സഹോദരിയോട് സ്വഹാബത്ത് വന്നു പറയുന്നു, മാതാ അബൂകി വമാതാ അഖൂകി വമാതാ സൗജുകി വമാതാ ഇബ്നുകി. നിങ്ങളുടെ ഉപ്പയും ഭർത്താവും മകനും സഹോദരനും ഉഹദ് യുദ്ധത്തിന്റെ രണഭൂമിയിൽ പങ്കെടുക്കുകയും ധീര രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തം പിതാവിന്റെയും ഭർത്താവിന്റെയും മകന്റെയും സഹോദരന്റെയും ഗുരുതരമായ മരണവാർത്ത കേട്ട് തരിച്ചിരിക്കുമ്പോഴും ആ പെണ്ണ് ചോദിച്ച ചോദ്യം എന്തായിരുന്നുവെന്നറിയുമോ? മാ ഫുഇല റസൂലുള്ളാഹ്, മാ ഫുഇല റസൂലുള്ളാഹ്, മാ ഫുഇല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം പിതാവിന്റെയും ഭർത്താവിന്റെയും മകന്റെയും സഹോദരന്റെയും ഗുരുതരമായ മരണവാർത്ത കേട്ടിരിക്കുമ്പോഴും നമ്മളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ ഗുരുതരമായ വാർത്ത കേട്ട് ധരിച്ചിരിക്കുമ്പോഴും ആ പെണ്ണ് ചോദിച്ച ചോദ്യം, മാ ഫുഇല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കണ്ണിന്റെ കുളിർമയായ ജീവാർപ്പണത്തിന്റെ കേന്ദ്രമായ ആത്മാർപ്പണത്തിന്റെ ബിന്ദുവായ സർവബന്ധങ്ങളെക്കാളുമേറെ ഞാൻ സ്നേഹിക്കുന്ന ഈ പ്രപഞ്ചമാകമാനം ഏതൊരു സ്നേഹ സംഗീതം കേൾക്കാനാണോ ആഗ്രഹിക്കുന്നത്, മോഹിക്കുന്നത്? ആ നേതാവവിടെ? എല്ലാരും മരിച്ചു എന്ന് പറഞ്ഞോളൂ, എനിക്ക് കാണേണ്ടത്, എനിക്കറിയേണ്ടത് എന്റെ ഹബീബിനെയാ. എന്തൊരു സ്നേഹമാണത്! ബന്ധങ്ങളുടെ മരണവേർപ്പാട് അറിഞ്ഞു ധരിച്ചിരിക്കുമ്പോഴും ചോദിക്കുന്ന ചോദ്യം, അറിയേണ്ട കാര്യം, എന്റെ ഹബീബ് എവിടെ? സ്വഹാബത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഹുനാക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്നത് കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനം നിറയെ അനുഭവിക്കുകയും കണ്ണ് നിറയെ ദർശിക്കുകയും ചെയ്തതിന്റെ ശേഷം ആ ബനൂ ദീനാർ ഗോത്രക്കാരിയായ സഹോദരി ഒരു മഹിതമായ മുദ്രാവാക്യം ഉന്നയിച്ചു. ഖിയാമത്ത് നാൾ വരെ കടന്നു വരാനിരിക്കുന്ന സർവ്വതലമുറകളുടെയും ഹൃദയഭിത്തികളിൽ പ്രപഞ്ചഭംഗനം കൊള്ളിക്കേണ്ട, ഏവരുടെയും കർണപുടങ്ങളിൽ ചെന്നിടിക്കേണ്ട ഉദാത്തമായ മുദ്രാവാക്യം അഥവാ കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. ഏതൊരു പിതാവിന്റെ ചുടുചുംബനമാണോ ആവോളം മുകർന്നത്, ഏതൊരു പാപ്പാന്റെ വിയർപ്പിന്റെ ഗന്ധമാണോ എന്നിൽ നിന്നും വമിക്കുന്നത്, ഏതൊരു പാപ്പാന്റെ വാത്സല്യ മധുരമാണോ ഒരുപാട് അനുഭവിച്ചത്, ആ പാപ്പ വിട പറഞ്ഞതിന്റെ പേരിൽ ടെൻഷനില്ല. 10 മാസം ഗർഭം ചുമന്ന് വേദനകൾ കടിച്ചിറക്കി പ്രയാസങ്ങളെ തരണം ചെയ്ത് കടമ്പകളെ മറികടന്ന് അവസാനം നൊന്തുപറ്റ കുഞ്ഞോമന മകൻ അവൻ മരിച്ചതിന്റെ പേരിലും ടെൻഷനില്ല. അന്തിപാതിര നേരത്ത് ഏതൊരു ഭർത്താവിന്റെ തലയണ മന്ത്ര സുഖമാണോ അനുഭവിച്ചത്, ആ ഭർത്താവും വിട പറഞ്ഞതിന്റെ പേരിൽ സങ്കടമില്ല. എന്റെ രക്തത്തിന്റെ അംശമായ സഹോദരൻ മരിച്ചതിന്റെ പേരിലും സങ്കടമില്ല. സമസ്യകളും ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ക്ഷമിക്കാനും സഹിക്കാനും ആത്മനിയന്ത്രണം പാലിക്കാനും പഠിപ്പിച്ചു തന്ന നേതാവിനോടുള്ള സ്നേഹം ഹൃദയത്തിലുണ്ടെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് നിസാരമാ, എല്ലാ പ്രതിബന്ധങ്ങളും
തങ്ങളും എനിക്ക് നിസാരമാ. ദീനാറ് ഗോത്രക്കാരിയായ സഹോദരിയുടെ മഹിതമായ ചോദ്യവും മഹിതമായ പ്രഖ്യാപനവും റബ്ബേ റഹ്മാനെ റഹീമേ സുബ്ഹാനെ, ആ സ്നേഹത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി, മുഹമ്മദുൻ റഹീമ അല്ലാഹുൽ ഇബാദ ബിഹി, മുഹമ്മദുൻ സബബുൽ ഇൻശാഇ മിൻ ആദമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈമി. നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് കൂടി പ്രയോഗിക്കലും പ്രചരിപ്പിക്കലും മാത്രമാണ്. കഴിഞ്ഞ റമദാനിലല്ല, അതിന്റെ മുമ്പത്തെ റമദാനിൽ രാമനാട്ടുകര വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ വിനീതന്റെ വാഹനത്തിൽ 75-ലേറെ വയസ്സുള്ള ഒരു പ്രായം ചെന്ന ഉപ്പ കയറി. ആ പ്രായം ചെന്ന ഉപ്പയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി, 1-2 വർഷമേ ആയിട്ടുള്ളൂ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട്. ഞാൻ ചോദിച്ചു, ഈ പ്രായം ചെന്ന സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ നിങ്ങളെ ഹഠാത് ആകർഷിച്ച കാര്യം എന്താണ്? 75-ലേറെ വയസ്സുള്ള ഉപ്പ പറഞ്ഞ വാക്ക് ചെറിയ മക്കൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന, പാടിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സുമായി നല്ല ബന്ധമുണ്ട്. ആ 75-ലേറെ വയസ്സുള്ള ബാപ്പ പറഞ്ഞത്, ഓരോ റബീഉൽ അവ്വൽ 12-നോടനുബന്ധിച്ചുള്ള മീലാദ് പ്രോഗ്രാമുകളിൽ ചെറിയ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഞാൻ കേൾക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. ചെറിയ കുട്ടികളുടെ മുത്തുനബിയെ പരിചയപ്പെടുത്തിയുള്ള കൊച്ചു പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഒരു റബീഉൽ അവ്വലിൽ ഒരു ചെറിയ കുട്ടിയുടെ പ്രവാചക ജീവിതത്തിൽ നിന്നെടുത്ത കുട്ടികളോടുള്ള സ്നേഹമുള്ള കാരുണ്യമുള്ള പ്രവാചകൻ എന്ന പ്രമേയത്തിൽ ഒരു ചെറിയ കുട്ടി പ്രസംഗിക്കുന്ന പ്രസംഗം ഞാൻ കേട്ടു. അന്ന് മുതൽക്ക് മുട്ടിട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സ്നേഹം. ആ സ്നേഹം കൂടി മുത്തിനെ കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും പ്രചോദിതനായ അവസാനം ഇസ്ലാമിലേക്ക് ഞാൻ എത്തി എന്നടക്കം ഒരു പ്രായം ചെന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു ഉപ്പ പറഞ്ഞ വാക്ക് ഈ സമയത്ത് ഓർമ്മ വരികയാണ്. ചെറിയ സദസ്സാവട്ടെ വലിയ സദസ്സാവട്ടെ, ചെറിയ മക്കൾ പാടുന്ന പറയുന്ന അതിന്റെ കേന്ദ്ര ബിന്ദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ഫിഖ്ഹി കിതാബുകൾ ഏതെടുത്ത് നോക്കിയാലും അതിന്റെ ആരംഭ പേജിൽ ഒരു വരി കാണാം, അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാതി തഅലീമുൽ മുമയ്യിസി. ഏതൊരു മാതാപിതാക്കൾക്കും മക്കളിലേക്ക് ചേർത്തുകൊണ്ട് ഏറ്റവും ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ്. മൗലീദുഹു ബി മക്കത്തൽ അമീന വഫാത്തുഹു ബി തൈബത്തൽ മദീന. നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ മുമ്പേ, ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നതിന്റെ മുമ്പേ, വുളു എടുക്കാൻ പഠിപ്പിക്കുന്നതിന്റെ മുമ്പേ ഏറ്റവും ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്കയിലാണ്, കിടന്നുറങ്ങുന്നത് മദീനയിലാണ്. മുത്തിന്റെ മക്കൾ 7 പേരാണ്, മുത്തിന്റെ ഭാര്യമാർ 11 പേരാണ്, മുത്തിന്റെ പ്രസിദ്ധരായ ഉപ്പാപ്പമാർ 20 പേരാണ്. മുത്തിന്റെ ചരിത്രത്തിലെ സംഭവങ്ങൾ ഇന്നതൊക്കെയാണ്. എത്രത്തോളം സയ്യിദുൽ ബഖരി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചു, മുത്തിന്റെ നിറം ചുവപ്പു കലർന്ന വെളുപ്പാണെന്നതടക്കം ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും രക്ഷിതാക്കളുടെ നാക്കിൽ നിന്ന് മക്കള് കേൾക്കണം, മക്കളെ കേൾപ്പിക്കണം. ആ ലഹരി മധുരമാണ്. ഭൗതിക ലോകത്തെ ഡ്രഗ്സ് മയക്കുമരുന്നുകളിൽ നിന്ന് മക്കളെ അകറ്റി നിർത്തുന്നത് എന്ന് ആലോചിക്കുക. അല്ലാഹുവേ, മുത്തിന്റെ ജീവിതത്തിലേക്ക് മടങ്ങാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ
ജീവിതത്തെ കൊല്ലുന്നവരാണ് നമ്മൾ. സ്വന്തം താല്പര്യങ്ങളെ ജീവിപ്പിക്കുകയും താലോലിക്കുകയും മുത്തിന്റെ മഹിതമായ ജീവിതത്തെ പരിക്കേൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മുടെ വേഷവിധാനങ്ങളാവട്ടെ, നമ്മുടെ മുടിക്കോലങ്ങളാവട്ടെ, നമ്മുടെ ഔറത്ത് മറക്കുന്ന രീതിയാവട്ടെ, നമ്മുടെ പരിഷ്കാരങ്ങളാവട്ടെ, സംസാര രീതികളാവട്ടെ, ഏതേത് വിഷയങ്ങളുമാവട്ടെ, ആരാനുമായുള്ള ഇടപെടലുകളാവട്ടെ, അന്യപുരുഷനോടോ അന്യ സ്ത്രീയോടോ ഉള്ള ഇടപെടലുകളാവട്ടെ, കല്യാണമോ സൽക്കാരമോ എൻഗേജ്മെന്റോ പോലെയുള്ള പ്രധാനപ്പെട്ട വേദികൾ വരുന്ന സന്ദർഭമാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിച്ചെടുക്കാനാണോ കഴിയുന്നത്? മുത്തിന്റെ ജീവിതത്തെ കൊല്ലാനും മരിപ്പിക്കാനുമാണോ നമ്മൾ തുനിയുന്നത്? ഈ സമയത്ത് മനസ്സിനോടൊന്ന് ചോദിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിലേക്ക് ചൂണ്ടിക്കൊണ്ടു പറഞ്ഞൊരു വാക്കുണ്ട്, തുറദുൽ ഫിതനു അലൽ ഖുലൂബ് കൽ ഹസീരി ഊദൻ ഊദാ ഫഅയ്യു ഖൽബിൻ നുശരിബഹാ നുകിതത് ഫീ നുക്തതുൻ സൗദാ വഅയ്യു ഖൽബിൻ അൻകറഹാ നുകിതത് ലഹു നുക്തതുൻ ബൈളാ ഹത്താ യസീറ അലാ ഖൽബൈനി അബിയദു മിസ്ലു സഫാ ഫലാ തദുറുഹു ഫിത്നതുൻ മാ ദാമത്തി സമാവാതു വൽ അർളു വൽ ആഖറു അസ്വദു മിർബാദൻ കൽകൂസി മുഖ്ജിയാ ലാ യഅരിഫു മഅറൂഫാ വലാ യുൻകിറു മുൻകറാ ഇല്ലാ മാ ഉശ്രിബ മിൻ ഹവാ സദഖ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന നാൾ കടന്നു വരുമ്പോൾ യുഗാന്തരങ്ങളിലൂടെ യുവാക്കളും യുവതികളും സഞ്ചരിക്കുമ്പോൾ ഈ മനസ്സുകളിലേക്ക് അടുക്കടുക്കായി മെടഞ്ഞെടുത്ത പായകൾ കണക്കെ ഒരുപാട് ചിന്തകളും ആലോചനകളും മനനങ്ങളും പരിഷ്കാരങ്ങളും യുക്തിവാദങ്ങളും നിരീശ്വരവാദങ്ങളും ഭൗതികവാദങ്ങളും ആധുനാധുനിക ലോകത്തിന്റെ കേവലമായ മുഖങ്ങളും ഈ മനസ്സിനെ ഗ്രസിക്കുന്നതാണ്. ആ സമയത്ത് രണ്ടു തരം ഹൃദയങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും ആ ജീവിതത്തോടുള്ള ആദരവും കുടിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ഹൃദയങ്ങൾ. വേറെ ഹൃദയങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നകന്നുകൊണ്ട് സ്വന്തം മോഹങ്ങളെ, അഭിരുചികളെ, വികാരങ്ങളെ താലോലിച്ചു കുടിപ്പിച്ചുകൊണ്ടുള്ള ഹൃദയങ്ങളും. ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, മക്കളെ ഉൾക്കൊള്ളിക്കേണ്ടത് മുത്തിനോടുള്ള സ്നേഹം കുടിപ്പിക്കപ്പെട്ട, മുത്തിന്റെ ജീവിതത്തോടുള്ള ആദരവ് കുടിപ്പിക്കപ്പെട്ട ആ മനസ്സുകളിലായിരിക്കണം. മുഹമ്മദുൻ സഫ്വത്തുൽ ബാരി വഖീറതുഹു മുഹമ്മദുൻ താഹിറുൻ മിൻ സായിരി തുഹാമി മുഹമ്മദുൻ ലാഹികുൻ ലില്ലൈഫി മുക്രിമുഹു മുഹമ്മദുൻ ജാറുഹു വല്ലാഹി ലം യുളാമി. ആ വലിയ ജീവിതത്തിലേക്ക് മടങ്ങണം സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ. കടത്തിണ്ണകളിലോ വരാന്തകളിലോ കവലകളിലോ കേവലമായ മൈതാനികളിലോ നമ്മുടെ ജീവിതത്തെ ഹോമിക്കുന്നതിന് പകരം ഒരു സെക്കൻഡ് സുന്നത്തെടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണെന്ന ചിന്തയിലേക്ക് ഞാനും നിങ്ങളും ഉണരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിതത്തോടുള്ള ബഹുമാനവും ആദരവും നമ്മുടെ മനസ്സിൽ പെരുപ്പിച്ചു തരട്ടെ. ബുർദത്തുൽ മദീഹിൽ അൽ-ഇമാം ബുസ്വീരി റളിയല്ലാഹു അൻഹു മൂന്നാം അധ്യായത്തിൽ മുത്തിന്റെ മഹിതമായ പ്രകീർത്തനങ്ങൾ പറയുമ്പോൾ ആദ്യം തുടങ്ങുന്നത് തന്നെ വലംതു സുന്നതമൻ അഹിയല്ലാമാഇലാ അനിഷ്തകത് ഖദമ ഖുലുറാമിൻ വറമി. രാത്രിയിൽ നിന്ന് നിസ്കരിച്ച് കാല് രണ്ടും നീരുകെട്ടി വീർക്കുവോളം നിന്ന് നിസ്കരിച്ച നേതാവിന്റെ സുന്നത്തിനോട് ഞാൻ അനീതി കാണിച്ചുവല്ലോ, അനീതി കാണിച്ചുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ്, കരഞ്ഞുകൊണ്ടാണ് അൽ-ഇമാം ബുസ്വീരി റളിയല്ലാഹു അൻഹു ബുർദത്തുൽ മദീഹിലെ മൂന്നാം അധ്യായത്തിലെ മദ്ഹിന്റെ വരികൾ എഴുതാൻ തുടങ്ങുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ,
ആ ജീവിതം കൊണ്ട് സ്വന്തം ജീവിതത്തെ അലങ്കരിക്കാതെ ഖബറിന്റെ ഇരുട് കീറി മുറിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു നാട് ഞാൻ മരിക്കേണ്ടവനാ, നിങ്ങൾ മരിക്കേണ്ടവരാ, ഖബറിൽ പോയി കിടക്കേണ്ടവരാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മെടയ്ക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബേ അതിൽ കിടക്കേണ്ടതാണ് സുമാന. ഒരു നാളിൽ ആ ഖബറിൽ പോയി കിടക്കേണ്ടവരാണ് നമ്മൾ. എപ്പോഴാണ് മരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. പരൻ വിധിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ മെത്ത വിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മീത വരുന്നത് കല്ലാണ്. ഇലയും നൽ തണ്ണീരും ചേർത്തു മണ്ണതിനാലേ അടവാക്കും വിടവിനെ വാറിലേ, അടവാക്കും വിടവിനെ വാറിലേ. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉച്ചവരെല്ലാം കരളുമ്പോൾ തീ കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണിയനിക്കാരെന്ന്, ഉലകത്തിൽ തണിയനിക്കാരെന്ന്. ആ ഖബറിൽ പോയി കിടക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ആ ഖബറിലേക്ക് എടുത്തു വെച്ച് മൂടുകല്ല് വെച്ച് മണ്ണിട്ട് മൂടി 2 മീസാൻ കല്ലുകൾ തലഭാഗത്തും കാൽഭാഗത്തും വെച്ച് പച്ച ചെടികൾ കുത്തിയതിന്റെ ശേഷം തണുത്ത വെള്ളം ഖബറിന്റെ മുകൾ ഭാഗത്ത് ഒഴിച്ചും കഴിഞ്ഞതിന്റെ ശേഷം തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നയാൾ സഹകരണ ബുദ്ധിയ നമുക്ക് തൽഖീൻ ചൊല്ലിത്തരും. അവിടെ പറയുന്ന 7 ചോദ്യങ്ങളുണ്ട് സഹോദര. 7 ചോദ്യങ്ങൾ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കും. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമൻ ഇമാമുക വമാ ഫരീളതുക വമൻ ഇഖ്വാനുക. ഏതൊരു ഖബറാളിയും കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് 7 ചോദ്യങ്ങൾ. നിന്റെ റബ്ബാരാണ്, നിന്റെ പ്രവാചകനാരാണ്, നിന്റെ ദീനേതാണ്, നിന്റെ ഖിബ്ല ഏതാണ്, നിന്റെ ഇമാം ഏതാണ്, നിന്റെ ഫരീളത്ത് ഏതാണ്, നിന്റെ സഹോദരി സഹോദരന്മാരാരാണ്. ഈ 7 ചോദ്യങ്ങളോടും പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. കുറഞ്ഞ ജീവിതം മാത്രമാണ് നമ്മൾക്കുള്ളത്. ജനിച്ചപ്പോൾ ചെവികളിൽ ബാങ്കും ഇഖാമത്തും കൊടുത്തു. ഇനി നിസ്കരിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. മയ്യിത്ത് നിസ്കാരത്തിനുള്ള സമയം ബാങ്കും ഇഖാമത്തും കൊടുത്ത് മയ്യിത്ത് നിസ്കാരത്തിനെ കാത്തിരിക്കുന്ന ഒരിടവേള മാത്രമാണ് ഈ കൊച്ചു ജീവിതം. ഈ കൊച്ചു ജീവിതത്തിൽ ഞാനും നിങ്ങളും പരതേണ്ട അന്വേഷിക്കേണ്ട 7 മറുപടികളുണ്ട് സഹോദരന്മാരെ. നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ പ്രവാചകൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ദീനേതാണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഖിബ്ല ഏതാണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ നിർബന്ധ ബാധ്യത ഏതാണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ സഹോദരി സഹോദരന്മാരാരാണെന്ന് ചോദിക്കുമ്പോൾ, ഈ ലോകത്ത് വെച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഒഴുക്കോടുകൂടെ മറുപടി പറയാം. അല്ലാഹയാണ്, മുഹമ്മദാണ്, ഇസ്ലാമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമാണ്, കഅബയാണ്, ഖുർആനാണ്, നിസ്കാരമാണ്, മുസ്ലിമീങ്ങളാണ്, മുസ്ലിമാത്താണ് ഒഴുക്കോടുകൂടെ മറുപടി പറയാം. പക്ഷേ ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഈ ചോദ്യങ്ങളെങ്ങാനും കേൾക്കുമ്പോൾ മറുപടി പറയാൻ കഴിയുന്നത് നിന്റെ പ്രവാചകൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയാൻ കഴിയുന്ന ഏക വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ക്രമീകരിച്ചവർ മാത്രമാണ്. റബ്ബേ റഹ്മാനെ റഹീമേ സുബ്ഹാനെ. ആ സ്നേഹത്തിന്റെ തലത്തിലേക്ക് ക്രമികമായി ഉയരാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നല്ല മജ്ലിസ് ആയതുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ ഉണർത്തിയെന്ന് മാത്രം. മഹാന്മാരുടെ സ്നേഹത്തിന്റെ പ്രപഞ്ചത്തേക്ക് നോക്കിയാൽ മുത്തിനോടുള്ള സ്നേഹം കൊണ്ട് മുത്തിന്റെ നാമത്തോടും നാമത്തിന്റെ ആരംഭാക്ഷരത്തോടും അവർ സ്നേഹം പ്രകടിപ്പിച്ചത് കാണാം. ഹിജ്രി കലണ്ടർ പ്രകാരം 7-ാം നൂറ്റാണ്ടിൽ ജനിച്ചു ജീവിച്ചു ലോകത്തോട് വിട പറഞ്ഞ അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ അബീ ബക്കർ ബിൻ റഷീദ് അൽ ബഗ്ദാദി അൽ വിത്രി റളിയല്ലാഹു അൻഹു അൽ ഖസീദത്തുൽ വിത്രിയ എന്നൊരു കിതാബ് എഴുതി. ശൈഖുനാ ഖമറുൽ ഉലമാ ഉസ്താദ് അവറുകൾ ആ ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അല്ലാഹു തആല ഉസ്താദിന് ശിഫ കൊടുക്കട്ടെ.